ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയർസിൻ്റെ പുതിയൊരു അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. ഇപ്പോൾ ഫയർസിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ആയ ഫയർസ് ഇൻ്റലിജൻ്റ് അസിസ്റ്റൻറ്റ് ഇപ്പോൾ നമുക്ക് ചാറ്റ് ജിപിടിയിലും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടാനായിട്ട് ഫയർസിൽ അക്കൗണ്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഫയർസിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയർസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫയർസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യവും ഈ ഒരു ചാറ്റ് ജിപിടിയിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് ഫയർസിൻ്റെ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ FIAGPT.fires.in കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫയർസിൻ്റെ ഇൻ്റലിജൻ്റ് അസിസ്റ്റൻ്റ് വരും, FIAGPT. ഇനി ഇവിടെ നമുക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യവും ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് നാളത്തെ നിഫ്റ്റിയുടെ ലെവൽസ് അറിയണം, ബൈ സോൺ സെൽ സോൺ അറിയണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചോദിക്കാം, ഐ വാണ്ട് നിഫ്റ്റി ഇൻഡെക്സ് ബൈ സോൺ ആൻഡ് സെൽ സോൺ ലെവൽ ഫോർ ടുമോറോ റെഡി. യെസ്. അപ്പോൾ നമുക്കിവിടെ പറയുന്നുണ്ട്, നമ്മൾ ഫയർസായിട്ട് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ഡാറ്റ ഫിറ്റ് ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ നമുക്ക് സൈൻ ഇൻ വിത്ത് FIAFires.in ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പിൻ ടൈപ്പ് ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ചോദിക്കുന്നുണ്ട് അലോ ആൾവൈസ്. അപ്പോൾ നമുക്ക് അലോ ആൾവൈസ് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കണ്ടോ നിഫ്റ്റിയുടെ ബൈസോൺ ലെവൽസും അതിൻ്റെ റീസണും പറയുന്നുണ്ട്. കണ്ടോ, നിയർലി ഇൻട്രാഡേ ലോ ടെസ്റ്റഡ് മൾട്ടിപ്പിൾ ടൈംസ് ഡിമാൻഡ് ഏരിയ. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചാർട്ട് നോക്കാണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഈ ലെവൽസ്. അതിൽ ബൈസോൺ 2 കൊടുത്തിട്ടുണ്ട്, ഡേ ലോ പോയിന്റ്, സ്ട്രോങ് പൊട്ടൻഷ്യൽ സപ്പോർട്ട്, സെൽസോൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എങ്ങനെയാണ് നമുക്ക് ഈ സോണിൽ ട്രേഡ് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇഫ് പ്രൈസ് അപ്രോച്ചസ് ബൈസോൺ ആൻഡ് ഹോൾഡ് അബോവ് വിത്ത് ഇറ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ലുക്ക് ഫോർ ലോങ് സെറ്റപ്പ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ബൈ ട്രെൻഡ് ആയിട്ട് കണക്കാക്കുന്നത്. അത് ഏകദേശം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബുള്ളിഷ് ക്യാൻഡിൽ ആ ഒരു ലെവൽസിന് മുകളിൽ. സെൽ സോൺ അതുപോലെ തന്നെ നമ്മുടെ ലെവൽസിന് താഴെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽ സോൺ ആ ഒരു ഡൗൺ ട്രെൻഡ് അത് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഡിക്കേറ്ററായ VWAPും സൂപ്പർ ട്രെൻഡും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഫയർസിൻ്റെ ചാർട്ടിൽ ഒരു കൺഫർമേഷന് വേണ്ടി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അലർട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് ഫയർസിൽ അലർട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സെറ്റ് അലർട്ട് ഇഫ് നിഫ്റ്റി ഇൻഡെക്സ് ടച്ച് 24/7. നമുക്ക് കൺഫേം ചെയ്യണം. ഓക്കെ, നമ്മുടെ അലർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആപ്പിൽ അലർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അലർട്ട് കിട്ടുന്നതാണ്. ഇതുപോലെ നമുക്ക് സെൽ അലർട്ടും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്സുകളും നോക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ റിലയൻസിൻ്റെ ബൈസ് ലെവലും സെൽ സോൺ നോക്കാം. റിലയൻസ് ബൈ സോൺ ആൻഡ് സെൽ സോൺ ലെവൽസ്. ഇപ്പോൾ റിലയൻസിൻ്റെ ബൈ സോണും പറയുന്നുണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വിച്ച് റിലയൻസ് ഓപ്ഷൻ സ്ട്രൈക്ക് ഈസ് ഗുഡ് ഫോർ ടുമോറോ റെഡി. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് റെക്കമെൻഡ് ചെയ്യുന്നില്ല.
ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വോളിയം ബേസ് ചെയ്തിട്ടാണോ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണോ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പറയാം കറണ്ട് വോളിയം ബേസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് വോളിയം ബേസ് ചെയ്തിട്ടുള്ള സ്ട്രൈക്കുകളും കിട്ടുന്നുണ്ട്. അതിൻ്റെ LTPയും തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ 1380 നല്ല രീതിയിൽ വോളി നടക്കുന്നുണ്ട്. അതിൽ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ 1370 നല്ല രീതിയിൽ വോളി നടക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ATM സോൺ പറഞ്ഞിട്ടുണ്ട്. റിലയൻസ് ഈസ് അറൗണ്ട് 1374 അപ്പോൾ 1370 PE ആണ്. അതുപോലെ 1380 CE ആണ് മോസ്റ്റ് ആക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അലർട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും അലർട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ലേറ്റസ്റ്റ് ന്യൂസൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ആ ന്യൂസ് അടിച്ചോട്ടാൽ മതി. ലേറ്റസ്റ്റ് ന്യൂസ് അബൌട്ട് മാർക്കറ്റ്. നമുക്ക് ആ ഒരു ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസുകളൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ചാർട്ടിൽ മാർക്കിങ് അറിയണമെങ്കിൽ അത് നമുക്ക് ചാർട്ടോടെ കിട്ടുന്നതാണ്. I want levels marking on നിഫ്റ്റി ഇൻഡെക്സ് ചാർട്ട്. നമുക്കതുപോലെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ നോക്കാവുന്നതാണ്. അതുപോലെ ഏത് സ്റ്റോക്സ് നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് ചോദിച്ചാൽ മതി. ഈ ഒരു ഫയേഴ്സിൻ്റെ ഇൻ്റലിജൻസ് അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ തരുന്നതാണ്. പിന്നെ നമുക്ക് ബയോ സെല്ലോ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ലെവൽസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് ടെക്നിക്കൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ചാർട്ടും വന്നിട്ടുണ്ടോ, കറക്റ്റ് ചാർട്ടും ഇവിടെ വന്നിട്ടുണ്ട്. ആ സെൽ സോൺ എന്തുകൊണ്ടാണ് സെൽ സോൺ എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? കാരണം ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതാണ് സെൽ സോൺ ആയിട്ടിരിക്കുന്നത്. ഈ ഒരു ഇതാണ് ബൈസോൺ. പിന്നെ ഇവിടെ ഒരു ബൈസോൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടെ സപ്പോർട്ട് എടുത്താറുകൊണ്ടാണ് ഇവിടെ ഒരു ബൈസോൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്താലും നമുക്കൊരു ബൈസോൺ ആണ്. വളരെ ഈസി ആയിട്ടാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിന് വേണ്ടിയും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ ടാറ്റ മോട്ടേഴ്സ് ലാസ്റ്റ് 3 years ROE ആൻഡ് നെറ്റ് പ്രോഫിറ്റ് റിസൾട്ട്. അപ്പോൾ ഉണ്ടോ നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു ലാസ്റ്റ് 3 yearsൻ്റെയാണ് നമുക്ക് കിട്ടുന്നത്. ഉണ്ടോ നെറ്റ് പ്രോഫിറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിക്ലൈൻ ചെയ്തെന്ന് പറയുന്നുണ്ട് 11%. ഓക്കെ, അതുപോലെ ROEയും അതുപോലെ സർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് റിലയൻസ് നോട്ടിന് റിലയൻസ് ലാസ്റ്റ് 5 years നെറ്റ് പ്രോഫിറ്റ് ടാറ്റ. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റലി ആയിട്ടും അതുപോലെ ടെക്നിക്കലി ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യവും ഈ ഒരു ചാറ്റ് GPT ചോദിച്ചാൽ മതി. റിലയൻസ് ഇൻഡസ്ട്രീസ് ഷോൺ കോൺസിസ്റ്റന്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ നെറ്റ് പ്രോഫിറ്റ് ഓവർ ലാസ്റ്റ് 5 years. അപ്പോൾ ലാസ്റ്റ് 5 years ആയിട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് മറ്റേ ആ ഒരു സ്റ്റോക്സ് ഏതൊരു സ്റ്റോക്സ് നമ്മൾ ബൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് അതിൻ്റെ ഫണ്ടമെൻ്റൽസിൻ്റെ ഒരു ബേസിക് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചോദിക്കാവുന്നതാണ്. ഇത് സിമ്പിളായിട്ട് ചോദിക്കണമെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്സ് എടുക്കാം. ഇപ്പോൾ ഈസ് റിലയൻസ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ഓർ വീക്ക് ജസ്റ്റ് ചോദിച്ചാൽ മതി. ഏത് സ്റ്റോക്സ് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അത് നോക്കണ്ടോ കറക്റ്റ് പറഞ്ഞുതരും. ഫണ്ടമെൻ്റലി സ്ട്രോങ്, അതിൻ്റെ റീസണും ഉണ്ടോ, വൈ ഇറ്റ്സ് മാറ്റർ റീസണും പറയുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൊടുത്ത് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റോക്സും ബൈ ചെയ്യുന്നതിന് മുമ്പ് റിലയൻസ് മാത്രമല്ല ഏതൊരു സ്റ്റോക്സ് നമ്മൾ ബൈ ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ FIGPTയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാം ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ടെക്നിക്കൽ ലെവൽസും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതാണ് ഫയർസിൻ്റെ പുതിയ അപ്ഡേറ്റ് FIA GPT. അപ്പോൾ നിങ്ങൾക്ക് ഫയർസിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫയർസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫയർസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.